ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ കാവ്യനെ കാണാൻ പോവാണ് കേട്ടോ. കാവ്യനെ പറ്റി പറയാച്ചാൽ ആദ്യം ഞാൻ എന്നെ പറ്റി പറയാം. ഞാൻ ടീം ഹോസ്പിറ്റലിൽ ലാബിലായിരുന്നു കേട്ടോ വർക്ക് ചെയ്തിരുന്നത്. കാവ്യ എൻ്റെ കൊളീഗാണ്. ഞാൻ ആയിരുന്നു എന്ന് പറഞ്ഞത് 4 മാസം മുന്നേ റിസൈൻ ചെയ്തിട്ട് ഇറങ്ങി. അതുകൊണ്ടാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും സർപ്രൈസായിട്ടാണ് കാവ്യനെ കാണാൻ പോകുന്നത്. അവളൊട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ വരുന്നൊന്നും വിചാരിച്ചിട്ടില്ല. ഞങ്ങൾ പോയതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. ഞങ്ങളുടെ കൂട്ടത്തുള്ള ചേച്ചി, അതായത് ചേച്ചി ഗൾഫിലേക്ക് പോവാണ്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾക്കൊന്ന് ഒത്തുകൂടാനായിട്ടും അതിലൂടെ കാവ്യക്കൊരു സർപ്രൈസ് കൊടുക്കുക, അങ്ങനെയൊക്കെ ആയിട്ടോ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ പറഞ്ഞിട്ട് ചെല്ലുമ്പോൾ അവർ നമ്മളെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുക ചെയ്യണേ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചെല്ലുമ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുമ്പോഴത്തെ ഒരു സന്തോഷം, അതിൻ്റെ ഒരു ഹാപ്പിനെസ്, അത് നമുക്കായാലും ഇപ്പോൾ അവളുടെ മുഖത്തായാലും ഞങ്ങൾക്കത് ശരിക്കും ഫീൽ ചെയ്തു. അങ്ങനെ കണ്ടതിൻ്റെ സന്തോഷവും വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ചായ കുടിച്ചു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇത് കാവ്യയുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലം തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഒരു വ്യൂ അത് അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ കുഞ്ഞനും പൂമിയും സുന്ദരി ഉണ്ടായിരുന്നു കേട്ടോ. അവരെ കാണാനായിട്ട് നല്ല ക്യൂട്ടാണ്. അവർ ചെയ്യണ കാര്യങ്ങൾ കാണാനായിട്ടായാലും നല്ല രസമായിരുന്നു. നേരം പോക്കായിരുന്നു കേട്ടോ. ഇവർക്കൊന്നും പേടിയില്ല, പക്ഷെ എനിക്കെന്തോ ഭയങ്കര പേടി. ചെറുപ്പം തൊട്ടേന്ന് അങ്ങനെ തന്നെയാണ്. എനിക്ക് ഫീൽ ചെയ്തത് സ്നേഹമായാലും അറ്റാച്ച്മെൻ്റ് ആയാലും മനുഷ്യരെക്കാൾ കൂടുതൽ മൃഗങ്ങൾക്ക് തന്നെയാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും പറ്റാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിണ്ടാണ്ട് നടക്കും. എന്നാൽ കാവ്യ എവിടെ ഉണ്ടോ അവിടെ ഉണ്ടാവും കുഞ്ഞനും. അതാണ് സ്നേഹം. അങ്ങനെ ഞങ്ങൾ യാത്രയ്ക്ക് പറഞ്ഞ് പിരിഞ്ഞു.